സിനിമാ തിരക്കുകൾക്കിടയിലും നടൻ ജയറാമും മകൻ കാളിദാസനും ശബരിമല ദർശനം നടത്തി. ജയറാമിന്റെ മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ബിഗ് ബജറ്റ് ചിത്രം റിലീസിനൊരുങ്ങവെയാണ് പ്രാർത്ഥനയുമായി ജയറാമും മകനും ശബരീശ സന്നിധിയിൽ എത്തിയത്. പതിവ് തെറ്റിക്കാതെ മലയാളത്തിന്റെ പ്രിയതാരം ജയറാം ഇക്കുറിയും മകൻ കാളിദാസനോടൊപ്പം ശബരിമലയിലെത്തി. 35 വർഷമായി മുടങ്ങാതെ അയ്യപ്പസന്നിധിയിലെത്തുന്ന ജയറാം ഇത്തവണ ചില കണക്കുകൂട്ടലിലാണ് മല ചവിട്ടിയത്. എൻ്റെ മകൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രം ഡിസംബർ ആദ്യവാരത്തിൽ തുടങ്ങുകയാണ്. ഒരു പക്ക കഥയെന്നാണ് തമിഴ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാം കൊണ്ടൊരു ഒരു നല്ല പ്രോജക്റ്റ് അവന് ആദ്യമായി ചെയ്യാൻ കഴിഞ്ഞതിലുള്ള, നായകനായി ചെയ്യാൻ കഴിയുന്നതിലുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വരവിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന തന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ നാളെ റിലീസ് ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലും ഏറെ പ്രതീക്ഷയിലുമാണ് ജയറാം. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. അതിൽ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് ഹ്യൂമറിന് പ്രാധാന്യമുള്ള സിനിമയാണ്. ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമയാണ്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇന്നലെ വൈകിട്ടോടെ സഹപ്രവർത്തകരോടൊപ്പം മല കയറിയ ജയറാമും കാളിദാസനും ഇന്ന് പുലർച്ചെ നിർമ്മാല്യ ദർശനവും കഴിഞ്ഞ് പുണ്യം പൂങ്കാവനം ശുദ്ധീകരണ യജ്ഞത്തിലും പങ്കാളികളായി. വെള്ളിത്തിരയിലൂടെയും TV സ്ക്രീനിലൂടെയും മാത്രം കണ്ട് പരിചയമുള്ള ജയറാമിനെ അപ്രതീക്ഷിതമായി സന്നിധാനത്ത് കണ്ടപ്പോൾ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയും കൈകൊടുത്തും ഭക്തജനങ്ങളും ജയറാമിനോടൊപ്പം ചേർന്നു. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം BG മിനിഷ് കുമാർ.